നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടോ അപ്പമോ ദോശയോ അങ്ങനെ എന്തെങ്കിലും. ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് മീനൊക്കെ കൂട്ടി നല്ലൊരു ഊണ്. വൈകുന്നേരം 4 മണി കഴിയുമ്പോൾ ചായയും പലഹാരവും. രാത്രിയിൽ വളരെ ലഘുവായി ചപ്പാത്തിയോ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും. ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണക്രമം ഇങ്ങനെയൊക്കെയായിരുന്നു. നിനക്ക് കഴിക്കുവാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കുകയെന്ന അടുക്കളയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന അമ്മമാർ ഒരു മലയാളി കുടുംബത്തിലെ പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു ശരാശരി ജെൻസി യുവാവിനോടോ യുവതിയോടോ അമ്മമാർ ഈ ചോദ്യം ചോദിച്ചാൽ മറുപടി ഇങ്ങനെയാകും: അമ്മേ, എനിക്ക് വിശപ്പില്ല, ഞാനൊരു പ്രോട്ടീൻ ബാർ കഴിച്ചു, അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് കഴിച്ചു. ഇതിനെയാണ് സ്നാക്കിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു വലിയ മീൽ കഴിക്കുന്നതിന് പകരം ദിവസം മുഴുവൻ ചെറിയ ചെറിയ അളവിൽ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്ന രീതി. ജെൻസി യുവാക്കളിൽ 60% പേരും ഇപ്പോൾ ഒരു നേരം പോലും കൃത്യമായിരുന്ന ഭക്ഷണം കഴിക്കാത്തവരാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇവർക്ക് ഭക്ഷണം എന്നത് വിശപ്പടക്കുവാനുള്ള മാർഗം മാത്രമല്ല, മറിച്ച് അവരുടെ വേഗതയേറിയ ജീവിതത്തിന്റെ ഭാഗമാണ്. ജോലി തിരക്കും പഠനഭാരവും കാരണം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഇവർക്ക് സമയമില്ല. ലാപ്ടോപ്പിന് മുന്നിലിരുന്നോ യാത്രക്കിടയിലോ കഴിക്കുവാൻ പറ്റുന്ന ഓൺ ദി ഗോ ഭക്ഷണങ്ങളോടാണ് ഇവർക്ക് പ്രിയം. ഒരു വലിയ മീൽ കഴിക്കുമ്പോൾ അകത്തു ചെല്ലുന്ന അമിത കലോറിയേക്കാൾ നല്ലത് ചെറിയ അളവിൽ പോഷകങ്ങൾ ലഭിക്കുന്ന സ്നാക്കുകളാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്നും ഒരേ ചോറും കറിയും കഴിക്കുന്നതിനേക്കാൾ പലതരം രുചികൾ പരീക്ഷിക്കുവാനും ഇവർ ഇഷ്ടപ്പെടുന്നു. ഇനി ഭക്ഷണ രീതിയിലെ ഈ പുതിയ ട്രെൻഡ് ആരോഗ്യകരമാണോ എന്നതാണ് ചോദ്യം. സ്നാക്കിഫിക്കേഷൻ എന്നാൽ ജങ്ക് ഫുഡ് കഴിക്കലല്ല. അവിടെയാണ് ഈ ട്രെൻഡിന്റെ ട്വിസ്റ്റ്. ജെൻസി യുവാക്കൾ ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇപ്പോൾ തരംഗം ഹെൽത്തി സ്നാക്സ് ആണ്. മസിലുണ്ടാകാനും ഊർജ്ജസ്വലത നിലനിർത്തുവാനും പ്രോട്ടീൻ ബാറുകൾ, യോഗർട്ട്, പനീർ ക്യൂബുകൾ എന്നിവയൊക്കെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ മധുര പലഹാരങ്ങൾക്ക് പകരം ഡ്രൈ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് എന്നിവയിലേക്കും ഇവർ ചുവടുമാറ്റി. എന്തായാലും 3 നേരം വയറു നിറയെ ഭക്ഷണം കഴിക്കുന്ന പഴയ ശീലത്തോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഇടവേളകളിൽ ലഘുഭക്ഷണങ്ങളിലൂടെ വിശപ്പടക്കുന്ന ഈ പുതിയ ട്രെൻഡ് ഭക്ഷണശീലങ്ങളെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഇത് വെറുമൊരു ഫാഷൻ അല്ല, മറിച്ച് ഒരു തലമുറയുടെ ജീവിത രീതിയായി തന്നെ മാറിക്കഴിഞ്ഞു.